ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് ഫോട്ടോഷോപ്പിൻ്റെ ടൂൾസിനെ കുറിച്ചായിരുന്നു നോക്കിയിരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോട്ടോഷോപ്പ് ടൂൾസിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോയോടുകൂടി നമ്മുടെ ഫോട്ടോഷോപ്പ് ടൂൾസ് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുന്നതാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ടെക്സ്റ്റ് ടൂൾ വരെയുള്ള കാര്യങ്ങളായിരുന്നു നോക്കിയിരുന്നത്. ഇനി അടുത്ത ടൂളായിട്ടുള്ള പാത്ത് സെലക്ഷൻ ടൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ടൂൾസുകൾ കാണാം. ആദ്യത്തെ പാത്ത് സെലക്ഷൻ ടൂൾ, അതുപോലെ രണ്ടാമത്തെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഞാനിവിടെ പാത്ത് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പെൻ ടൂൾ കൊണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്തിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുക. ഇവിടെ ഞാൻ പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോഷോപ്പ് ടൂൾസിൻ്റെ ആദ്യത്തെ ടൂൾ മൂവ് ടൂളാണ്. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡോക്യുമെൻറ്റിലുള്ള ഒബ്ജക്റ്റിനെയൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ ഒരു പാത്തിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ മൂവ് ടൂൾ വെച്ചിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇങ്ങനെ ഒരു വാണിംഗ് മെസ്സേജ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു മൂവ് ടൂൾ കൊണ്ട് നമുക്ക് പാത്തിനെ മൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്ത് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യാം. ഞാൻ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ പാത്തിനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ പാത്തിനെ മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു പാത്തിനെ ഇവിടെ നിങ്ങൾക്ക് ലെയറിനകത്ത് പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു പാത്തിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് ഇല്ലുസ്ട്രേറ്ററിനകത്ത് കൊണ്ടുവന്ന് വെക്ടറായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഇനി അടുത്ത ടൂളായിട്ടുള്ള ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്താണെന്ന് നോക്കാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാത്തിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ആങ്കർ പോയിന്റ്സിനെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ മറ്റൊരു ഇമേജിൽ പോകുന്നുണ്ട്. ഇവിടെ ഞാനൊരു ഇമേജിൽ ഞാൻ കുറച്ച് പോർഷൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ സെലക്ഷൻ കുറച്ച് പുറത്തേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെലക്ഷൻ കറക്റ്റ് ആക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പാത്തിനെ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇമേജ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് പാത്തിനെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പം നമ്മൾ ഈ രണ്ട് ടൂൾസിൻ്റെ യൂസസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത ടൂളായിട്ടുള്ള ഷേപ്പ് ടൂളുകൾ നോക്കാം. ഇവിടെ ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൂളിൻ്റെ സബ് ടൂളുകളായിട്ട് മറ്റു കുറച്ച് ടൂളുകളോടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യം തന്നെ നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ എന്താണെന്ന് നോക്കാം. ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യത്തെ ഡോക്യുമെൻറ്റിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇതിനെ ഞാനൊന്ന് ഡീസെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഡ്രാഗ് ചെയ്ത് റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഷേപ്പിൻ്റെ സൈസ് നമുക്ക് ഡ്രാഗ് ചെയ്ത് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഈ ഒരു വിൻഡോയ്ക്കകത്ത് നമുക്ക് ആവശ്യമുള്ള സൈസ് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഷേപ്പിന് എത്ര സൈസാണ് വേണ്ടത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് വിഡ്ത്ത് ഒരു 500 പിക്സൽ കൊടുക്കാം. അതുപോലെ ഹൈറ്റ് ഞാൻ 500 പിക്സൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നമ്മൾ ആ കൊടുത്തിട്ടുള്ള ഒരു സൈസിലുള്ള റെക്റ്റാങ്കിൾ ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഓപ്ഷൻ ബാറിനകത്ത് ഫിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ഓപ്ഷനൊക്കെ മുൻപ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കളർ പിക്കർ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രേഡിയൻ്റ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഗ്രേഡിയൻ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിന് നമുക്ക് സ്ട്രോക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ട്രോക്ക് കൊടുക്കാം. ഞാനൊരു വൈറ്റ് കളർ സ്ട്രോക്കാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഞാനിവിടെ സ്ട്രോക്കിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിന് ഫിൽ കളറും അതുപോലെ തന്നെ സ്ട്രോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്ക് ഈ ഒരു രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ വിഡ്ത്തും ഹൈറ്റും കാണാം. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ സൈസാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 1000 പിക്സൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം 1000 പിക്സലുള്ള റെക്റ്റാങ്കിൾ ഷേപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പുതിയൊരു ലെയർ ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ രണ്ട് ഷേപ്പിനെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഡ്രാഗ് ചെയ്ത് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഷേപ്പിൻ്റെ കോർണർ വന്നിട്ട് കുറച്ച് റൗണ്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ടൂളിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. നമ്മുടെ ഷേപ്പിൻ്റെ കോർണർ റൗണ്ടഡ് ആയിട്ടായിരിക്കും വരിക. ഞാനിതിനെ അൺഡു ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു വിൻഡോയ്ക്കകത്ത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള സൈസ് കൊടുക്കാവുന്നതാണ്. നമുക്കൊരു 1000 പിക്സൽ കൊടുക്കാം. ഹൈറ്റ് ഞാൻ 1000 പിക്സൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ടൊരു ഓപ്ഷൻ കൂടി ഇവിടെ വന്നിരിക്കുന്നത് കാണാം, റേഡിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷനകത്ത് നമ്മുടെ ഷേപ്പിൻ്റെ ആ ഒരു കോർണറിലെ റേഡിയസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ ഇപ്പോൾ 30 പിക്സലാണുള്ളത്. ഞാനിവിടെ ഒരു 70 പിക്സൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സൈസിലുള്ള ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കോർണർ റേഡിയസും അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഷേപ്പിൻ്റെ കോർണർ റേഡിയസ് 70 പിക്സൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷൻ ബാറിനകത്തുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മൾ മുൻപ് നോക്കിയതുപോലെ തന്നെ സെയിം തന്നെയാണ്. ഞാൻ ഈ 2 ലെയറിനെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ടൂളായിട്ടുള്ള എലിപ്സ് ടൂൾ നോക്കാം. റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡ്രാഗ് ചെയ്ത് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഷിഫ്റ്റ് കീ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് സ്ട്രെച്ച് ആയി പോകാതെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾ റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷേപ്പിന് നമുക്ക് കളറും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഷേപ്പിൻ്റെ സൈസ് നമുക്ക് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിസൈനിങ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടൂളായിട്ടുള്ള പോളിഗൺ ടൂൾ നോക്കാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള പോളിഗൺ ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക. ഈ ഒരു ഷേപ്പിന് 10 സൈഡുകളാണുള്ളത്. നമുക്ക് സൈഡുകൾ കൂട്ടിയും കുറച്ചും കൊടുത്ത് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ സൈഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ഞാനൊരു 15 സൈഡ് കൊടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം 15 സൈഡുകളുള്ള ഒരു ഷേപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സൈഡുകളെ കൂട്ടി കൊടുത്തും കുറച്ച് കൊടുത്തും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള പോളിഗണൽ ഷേപ്പിൻ്റെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടൂളായിട്ടുള്ള ലൈൻ ടൂൾ നോക്കാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ലൈൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും ഈ ഒരു ലൈനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഷിഫ്റ്റ് കീ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ട്രേറ്റ് ലൈനിൽ തന്നെ വരുന്നതാണിത്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ബാറിനകത്ത് ഇവിടെ ഒരു പ്രീസെറ്റ് കാണാം. നമുക്കിത് യൂസ് ചെയ്തുകൊണ്ട് ആരോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രീസെറ്റ് ആണ്. ഇതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രീസെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ആരോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ മുൻപ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷേപ്പ് ഓപ്ഷൻ അതുപോലെ പാത്ത് പിക്സൽ എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഞാനിവിടെ ഷേപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലൈനിൻ്റെ വെയിറ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. ഞാനിവിടെ ഒരു 15 പിക്സൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ആ കൊടുത്തിട്ടുള്ള ഒരു വെയിറ്റിലുള്ള ലൈനാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ടൂളായിട്ടുള്ള കസ്റ്റം ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ബാറിനകത്ത് ഷേപ്സ് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രീസെറ്റ് ഷേപ്പുകൾ കാണാം. ഈ ഷേപ്പെല്ലാം ഫോട്ടോഷോപ്പിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഷേപ്പുകളാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഫിൽ കളറിൽ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. ഞാൻ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഷിഫ്റ്റ് കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷേപ്പ് സ്ട്രെച്ച് ആയി പോകാതെ കറക്റ്റ് ആ ഒരു പ്രൊപ്പോർഷൻ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കസ്റ്റം ഷേപ്പ് ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ മറ്റൊരു ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഷേപ്പുകൾ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഷേപ്പ് ടൂളുകളെല്ലാം എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത ടൂളായിട്ടുള്ള ഹാൻഡ് ടൂൾ എന്താണെന്ന് നോക്കാം. ഈ ഒരു ടൂൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മുടെ ഡോക്യുമെന്റിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാനിവിടെ ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഹാൻഡ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിനെ മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഡോക്യുമെന്റിനെ സൂം ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്.
ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള സൂം ടൂൾ നോക്കാം. ഈ ഒരു ടൂൾ നമ്മൾ മുൻപ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡോക്യുമെന്റിലുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് സൂം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പ്ലസ് ഐക്കൺ വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഡോക്യുമെന്റിനെ സൂം ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ പറഞ്ഞാൽ സൂം ഔട്ട് ഓപ്ഷനും കാണാം. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ സൂം ഔട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ബാറിനകത്ത് മറ്റു കുറച്ച് ഓപ്ഷനൂടെ കാണാം. നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ പിക്സലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഈ ഒരു ഡോക്യുമെൻ്റ് ആക്ച്വൽ പിക്സൽസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാം, ഫിറ്റ് സ്ക്രീൻ. ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോയിൽ നമ്മുടെ ഡോക്യുമെൻ്റ് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഫിൽ സ്ക്രീൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്ന പ്രിൻറ്റ് സൈസ്. നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൈസാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ടൂൾസിനെ കുറിച്ചുള്ള ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോഷോപ്പിൻ്റെ ടൂൾസിനെ കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ഫോട്ടോഷോപ്പ് ടൂൾസിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.